ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കടായിയാണ്. എല്ലോട് കൂടിയ ചിക്കനാണ് കേട്ടോ ഞാനിവിടെ എടുത്തത്. അതിലേക്ക് ആദ്യം തന്നെ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ ഞാനിവിടെ എടുത്തത്. 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ. ഇനി അല്പം പാകത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിക്കട്ടോ. ഇത് മസാല പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അന്നേരം തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാൻ കേട്ടോ ഇതിന് വേണ്ടിയത്. ഇതേപോലെ തന്നെ നിങ്ങൾ തയ്യാറാക്കാൻ നോക്കുക. വീഡിയോ ഫുള്ളായി കാണുക. ഇനി ഇതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചുവട് കട്ടിയുള്ള ഒരു കടായി പാനാണ് ഞാനിവിടെ എടുത്തത്. ഞാൻ ഓയിലാണ് കേട്ടോ ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കോക്കനട്ട് ഓയിൽ ഇതിന് യൂസ് ചെയ്യരുത്. ഇതിന് മെയിനായിട്ട് ഓയിൽ തന്നെ എടുക്കുക. ഇനി ഓയിൽ ചൂടായതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടിടാം. വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യട്ടോ. കടായിലേക്കുള്ള ചിക്കന് ഹാഫ് കുക്കായാൽ മതി. നല്ലോണം മൊരിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കണ്ട കേട്ടോ. ഹാഫ് ഫ്രൈയിലെടുത്താൽ മതി. ഒരു ഭാഗം ഫ്രൈ ആയതിനു ശേഷം അടുത്ത ഭാഗം മറിച്ച് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ ചിക്കനും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഓയിലില്ലാതെ എടുക്കട്ടോ. ഓരോ പീസും ഇതിൽ നിന്ന് മാറ്റാം. ഈ കടായി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള കടായിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഓയിലിലേക്ക് തന്നെയാണ് നമുക്ക് ഉള്ളി ഇടുന്നത് കേട്ടോ. ഞാനിവിടെ ഒരു മീഡിയം സൈസ് 3 സവാളാണ് എടുത്തത്. ഇത് നല്ലോണം ഉപ്പിട്ടതിന് ശേഷം ഞാനിപ്പം കുറച്ച് ഉപ്പ് ഇട്ടുള്ളൂ കേട്ടോ. നല്ലോണം വഴറ്റി എടുക്കുന്നുണ്ട്. ഈ കടായിലേക്ക് നല്ലോണം ഉള്ളി വഴന്ന് വരണം കേട്ടോ. ഉള്ളി ഇങ്ങനെ മേലേക്ക് നിൽക്കാൻ പാടില്ല. നല്ലോണം കുഴഞ്ഞ് വഴന്ന് വരണം. അതാണ് കേട്ടോ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഉള്ളിയൊക്കെ വഴന്നതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ക്രഷ് ചെയ്തെങ്ങാനാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇടുന്നത്. ആദ്യം ഒരു 1.5 സ്പൂൺ ഇട്ട് പിന്നെ ഞാൻ ഇളക്കി നോക്കിയതിന് ശേഷം പോരാത്തതിന് ഒരു 1/4 കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് മാഗി ചിക്കൻ സ്റ്റോക്ക് ക്യൂബാണ്. ഇത് ഉപ്പുള്ളതാണ് കേട്ടോ. ഞാൻ ഒരു പീസാണ് ചേർക്കുന്നത്. നിങ്ങൾ ഉള്ളി വഴറ്റുന്നേരോ ഉപ്പിടുന്നേരോ ഇതിൻ്റെ ഉപ്പിനൊരു അനുസരിച്ച് വേണം നിങ്ങൾ ഉപ്പ് ചേർക്കാൻ കേട്ടോ. ഇതിന് മെയിനായിട്ട് ഉള്ളി നല്ലോണം കുക്കായി വരണമെന്നാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 2 വലിയ തക്കാളിയാണ്. ഇത് നല്ലോണം മിക്സിയിലിട്ട് ഞാൻ ജ്യൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ നല്ലോണം നമ്മുടെ ഉള്ളിയെല്ലാം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയൊരു കഷ്ണം ബട്ടർ
ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ഉപ്പില്ലാത്ത ബട്ടറാണ് ചേർക്കുന്നത്. ഇനി ആ 2 തക്കാളി അടിച്ചത് ഇതിലേക്ക് ഒഴിച്ച് നല്ലോണം സവാളയായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പൊക്കെ നോക്കി പോരായുണ്ടോ നോക്കട്ടോ. തക്കാളിയൊക്കെ നല്ലോണം കുക്കായി വന്നതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഈ കളറിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട സാധനമാണ് കേട്ടോ ഇത്. ഹോട്ട് ചില്ലി സോസാണ്, ഇത് ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് സോസ് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യട്ടോ. ഞാൻ കുറച്ച് തോന ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ടൊമാറ്റോ കച്ചപ്പാണ്. അത് ഒരു 2-3 സ്പൂൺ കേട്ടോ ചേർത്ത് ഉണ്ട്. ഇതിലൊക്കെ ഉപ്പുണ്ടാവും കേട്ടോ, അതിനനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ. ഉപ്പ് അധികമായി പോകരുത്. ഈ സോസുകളെല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കുക്കാകാൻ വേണ്ടി വെക്കട്ടോ. ഇനി അതിലേക്ക് മെയിനായിട്ട് വേണ്ട ക്യാപ്സിക്കോ ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കട്ടോ. 2 ടീസ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ കടായിൻ്റെ മെയിനായിട്ട് നിൽക്കുന്നത് ഈ പഞ്ചസാരയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് നോക്കിയതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പ് പോരായുള്ളത് പോലെ തോന്നി കുറച്ചും കൂടി ഉപ്പ് ഞാൻ ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം കേട്ടോ. നല്ലോണം ചിക്കൻ്റെ മുകളിലേക്കൊക്കെ നല്ലോണം മസാല പിടിക്കാൻ തക്കത്തിൽ ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. നമ്മുടെ ചിക്കൻ കടായി ഇവിടെ തയ്യാറായി. ഇതിൻ്റെ കൂടെ നെയ്ച്ചോറ്, അപ്പം, പൊറാട്ട, ചപ്പാത്തി ഇതൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.